സർ ആർതർ കോനൻ ഡോയിലിന്റെ ഷെർലക് ഹോംസ്. അധ്യായം 1. മഞ്ഞ നിറമുള്ള മുഖം. കർക്കശവും പൈശാചികവും എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വികൃതമായ പേടിപ്പെടുത്തുന്ന ഒരു മുഖം. എൻ്റെ ആകാംക്ഷ ആ വീടിനകത്തേക്ക് കടന്നു ചെല്ലുവാൻ എന്നെ നിർബന്ധിച്ചു. വാതിൽ മുട്ടിയതും അത് തുറന്നു. നീണ്ടുമെലിഞ്ഞ് ഗൗരവക്കാരിയായ ഒരു സ്ത്രീ വാതിൽക്കൽ വന്നു. എന്തു വേണം? ഒരു മര്യാദയുമില്ലാതെ ആ സ്ത്രീ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ അയൽക്കാരനാണ്. എൻ്റെ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങളിപ്പോൾ എത്തിയതല്ലേ ഉള്ളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് കരുതി. എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോഴല്ലേ, അപ്പോൾ അറിയിക്കാം. അമ്പരപ്പോടെ ഞാൻ അല്പനേരം അവിടെ നിന്ന് തിരിച്ചു നടന്നു. അന്ന് മുഴുവൻ ആ വിചിത്രമായ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ നടന്നു. ആ സ്ത്രീയുടെ മുഖത്തെ പുച്ഛവും അവരുടെ ധാർഷ്ട്യവും മനസ്സിൽ തേട്ടി വന്നു. എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും ഭാര്യയോട് ഞാൻ സംസാരിച്ചില്ല. സ്വതവേ മനസ്സിന് തീരെ കട്ടിയില്ലാത്തവളാണ് അവൾ. വെറുതെ എന്തിന് ഇവളെ ഇതൊക്കെ പറഞ്ഞ് അയൽക്കാരെക്കുറിച്ചൊരു മുൻവിധി ഉണ്ടാക്കണം? ആ കോട്ടേജിൽ പുതിയ താമസക്കാരെത്തിയെന്ന് മാത്രം ഞാൻ അവളോട് പറഞ്ഞു. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. സ്വതവേ വളരെ വേഗത്തിൽ ഗാഠനിദ്ര പ്രാപിക്കുന്നയാളാണ് ഞാൻ. രാത്രിയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയില്ല. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പകുതി ഉറക്കത്തിൽ മുറിക്കുള്ളിലെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവൾ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ വിചിത്രമായ ഒരുക്കം കണ്ട് ഞാൻ എന്തെങ്കിലും പറയാൻ മുതിരുമ്പോൾ കണ്ടത് അവളുടെ വ്യത്യസ്ത മുഖഭാവമാണ്. ഇതിനു മുമ്പൊരിക്കലും ഞാൻ അവളുടെ മുഖഭാവം ഇങ്ങനെ മാറിക്കണ്ടിട്ടില്ല. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഞാൻ അവളുടെ മുഖത്തെ വിളർച്ചയും കനത്ത ശ്വാസഗതിയും വളരെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളും കണ്ടു. അവൾ പുറംകുപ്പായത്തിൻ്റെ കെട്ടുമുറുക്കി. അവളുടെ ചലനം എനിക്ക് ശല്യമാകുന്നുണ്ടോ എന്ന് വിശദമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ എൻ്റെ ഭാര്യയുടെ ഇത്തരത്തിലുള്ള മുഖഭാവം കണ്ടിട്ടില്ല. അവൾ മുറിയിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങി വാതിലിൻ്റെ ഞരക്കം കേട്ടപ്പോൾ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സ്വയം ഞാൻ ഉണർന്നിരിക്കുകയാണെന്ന് ഉറപ്പാക്കാൻ കട്ടിലിൻ്റെ പിടിയിൽ അമർത്തിപ്പിടിച്ചു. സമയം നോക്കിയപ്പോൾ രാത്രി 3 മണി. വെളുപ്പിന് 3 മണിക്ക് വീടിന് പുറത്തുള്ള നടപ്പാതയിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് കാര്യം എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിൽ വിശകലനം ചെയ്തുകൊണ്ട് 20 മിനിറ്റോളം ഞാൻ അങ്ങനെ ഇരുന്ന് കാണും. ഒരിക്കലും ഒരു വ്യാഖ്യാനത്തിനും പിടികൊടുക്കാത്ത സംഭവങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ താഴെ വാതിലടയുന്നതും കോണി കയറി അവൾ വരുന്ന ശബ്ദവും കേട്ടു. അവൾ മുറിയിൽ കയറിയതും ഞാൻ ചോദിച്ചു, എഫി, നീ എവിടെ പോയിരുന്നു? വീണ്ടും വിചിത്രമായിരുന്നു അവളുടെ പെരുമാറ്റം. ആ ചോദ്യം കേട്ടതോടെ അവളൊന്ന് ഞെട്ടുകയും തുടർന്ന് വാവിട്ട് കരയാനും തുടങ്ങി. ഒരു കുറ്റബോധത്തിൻ്റെ ലക്ഷണം കണ്ടുവെങ്കിലും സ്വതവേ ശുദ്ധ പ്രകൃതിക്കാരിയായ അവളുടെ പെരുമാറ്റം എന്നെ വളരെ അസ്വസ്ഥനാക്കി. നിർദോഷമായ അവളുടെ പെരുമാറ്റം സത്യമായും എന്നെ ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്തു. നിങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നു ജാക്ക്. ഞാൻ കരുതി നിങ്ങൾ അങ്ങനെയൊന്നും ഉണരുകയില്ലെന്ന്. അവൾ കൃത്രിമമായ ചിരിയോടെ നിസ്സഹായത്വം പ്രകടിപ്പിച്ചു പറഞ്ഞു. ജാക്ക്, നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതിൽ എനിക്ക് തീരെ അത്ഭുതമില്ല. അവളുടെ കുപ്പായത്തിൻ്റെ ചരടഴിക്കുമ്പോൾ കൈവിരലുകൾ വിറയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് കുറച്ച് ശുദ്ധമായി കിട്ടുവാനായി ഞാൻ പുറത്തിറങ്ങിയതും അല്പനേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് ഇതൊക്കെ പറയുമ്പോൾ ഒരിക്കൽ പോലും അവൾ എൻ്റെ മുഖത്ത് നോക്കിയില്ല എന്നതാണ്. അവളുടെ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാനായില്ല. അവളുടെ കണ്ണുകളും വാക്കുകളും കളവ് പറയുന്നുവെന്ന് വളരെ വ്യക്തമായിരുന്നു. തളർന്ന ഹൃദയത്തോടെ നിശബ്ദമായ ചുവരുകളിലേക്ക് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ 1000 വിഷസർപ്പങ്ങൾ തലയുയർത്തി ആടുകയായിരുന്നു. എന്താണ് അവൾ എന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നത്? എവിടെയായിരിക്കും അവൾ പോയത്? എല്ലാം കളവാണെന്നറിഞ്ഞ് ഞാൻ വീണ്ടും അവളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മുതിർന്നില്ല. രാത്രി മുഴുവൻ ഞാൻ ഈ പ്രശ്നം തിരിച്ചും മറിച്ചും കണക്കുകൂട്ടി കഴിഞ്ഞുകൂടി. എനിക്കൊരു ഉത്തരവും കിട്ടാനായില്ല. പിറ്റേന്ന് നഗരത്തിൽ പോയി ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുവെങ്കിലും ഞാൻ എവിടെയും പോയില്ല. മനസ്സിൽ മുഴുവൻ അസ്വസ്ഥമായ വികാരചിന്തകളായിരുന്നു. എഫിയുടെ മനസ്സും കലുഷിതമായിരുന്നു. അവൾ പറഞ്ഞതെല്ലാം നുണയാണെന്ന് അവൾക്ക് തന്നെ ബോധ്യമുള്ളതുപോലെ. ആ കുറ്റബോധം അവളെ ഒന്നും തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. രാവിലെ പ്രാതൽ കഴിക്കുമ്പോൾ പോലും ഞങ്ങളൊന്നും തന്നെ ഉരിയാടിയില്ല. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ പുറത്തേക്കിറങ്ങി.
രാവിലത്തെ സ്വച്ഛമായ അന്തരീക്ഷം എനിക്ക് അല്പമെങ്കിലും സ്വസ്ഥത തരുമെന്ന് ഞാൻ വ്യാമോഹിച്ചു. ക്രിസ്റ്റൽ പാലസ് വരെ ഞാൻ നടന്നു. ആ മൈതാനത്ത് 1 മണിക്കൂർ ചെലവഴിച്ച് ഉച്ചയോടെ നോർബുറിയിൽ തിരിച്ചെത്തി. മനഃപൂർവ്വം ഞാൻ വയൽക്കരയിലെത്തിയപ്പോൾ വെറുതെ ആ വീടിൻ്റെ ജനാലയിലേക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ മിസ്റ്റർ ഹോംസ് അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ ഭാര്യ എഫി മുൻവശത്തെ വാതിൽ തുറന്നിറങ്ങി വരുന്നു. ഞാൻ അമ്പരന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. എന്നേക്കാൾ അമ്പരപ്പിലായിരുന്നു അവൾ. വീടിന് പുറത്തു വന്ന അവൾ വീണ്ടും തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് തന്നെ തിരികെ കയറുവാൻ മോഹിക്കുന്നുവെന്ന് തോന്നി. ആ ശ്രമം വിഫലമായെന്ന് ബോധ്യമുള്ളതുകൊണ്ട് അവൾ വിളറിയ മുഖത്തിൽ പ്രയാസപ്പെട്ടു വരുത്തിയ ചിരിയുമായി എൻ്റെ അടുത്തേക്ക് വന്നു. വിളറി വെളുത്ത് രക്തം വാർന്നുപോയ മുഖം അവളെ തികച്ചും ഒരപരിചിതയാക്കി. "ഓ ജാക്ക്," അവൾ പറഞ്ഞു തുടങ്ങി. "പുതിയതായി വന്ന അയൽക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയതാണ്." "എന്താ ജാക്ക് തുറിച്ചു നോക്കുന്നത്? ഇഷ്ടമായില്ലേ?" "അപ്പോൾ ഇവിടെയാണ് ഇന്നലെ രാത്രിയും നീ വന്നതല്ലേ?" ഞാൻ ഗൗരവം വിടാതെ ചോദിച്ചു. "ജാക്ക് എന്താണ് ഈ പറയുന്നത്? നീ ഇവിടേക്ക് തന്നെയാണ് ഇന്നലെ വന്നത്. എനിക്കൊരു സംശയവുമില്ല. ആ സമയത്ത് വിരുന്നു പോകുവാൻ തക്കവണ്ണം ആരാണിവർ?" "ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടേയില്ല." "നീ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നിന്റെ കണ്ണുകൾ തന്നെ പറയുന്നുണ്ട്. നിന്റെ ശബ്ദം പതറുന്നത് തന്നെ അതിൻ്റെ തെളിവാണ്. ഞാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടോ? എന്തായാലും നീയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അകത്ത് കയറി ഇതൊന്ന് അന്വേഷിക്കാം." "വേണ്ട ജാക്ക്, വേണ്ട. ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുതേ." അവൾ പറയുന്നതൊന്നും വകവയ്ക്കാതെ ഞാൻ വാതിലിന് നേരെ നീങ്ങിയപ്പോൾ അവൾ എൻ്റെ ഷർട്ടിന് കടന്നു പിടിച്ച് പുറകോട്ട് ശക്തമായി വലിച്ചു. "ദയവ് ചെയ്ത് ഇപ്പോഴവിടെ കയറരുത്. കയറിയാൽ അങ്ങേക്ക് ദുരിതം മാത്രമേ അതുകൊണ്ടുണ്ടാവുകയുള്ളൂ." അവളുടെ പിടിപിടിപ്പിക്കുവാൻ ശ്രമിക്കും തോറും അവൾ കേണപേക്ഷിച്ചുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, "ഞാനെല്ലാം പറയാം ജാക്ക്. എനിക്ക് അല്പം സമയം തരൂ. എന്നെ വിശ്വസിക്കൂ ജാക്ക്. ഒരിക്കൽ മാത്രം എന്നെ വിശ്വസിക്കൂ. അതുകൊണ്ട് താങ്കൾക്ക് നല്ലതേ വരൂ. ഞാനെല്ലാം പറയാം. നമുക്ക് തമ്മിൽ അല്ലെങ്കിലും രഹസ്യങ്ങളൊന്നുമില്ലല്ലോ. നമ്മുടെ ജീവിതത്തെ പൊതുവായി സ്പർശിക്കുന്ന കാര്യമാണിത്. എൻ്റെ കൂടെ വീട്ടിലേക്ക് വരൂ. ഞാനെല്ലാം പറയാം. അതല്ല ഇപ്പോൾ ഈ വീട്ടിൽ കയറാനാണ് ഭാവമെങ്കിൽ നമ്മൾ തമ്മിൽ ഇതോടെ എല്ലാം അവസാനിക്കും. മറ്റൊന്നും എനിക്ക് പറയാനില്ല." ആ വാക്കുകളിലെ ദയനീയതയും ആത്മാർത്ഥതയും എന്നെ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. ആ വാതിലിന് മുമ്പിൽ കുറേ നേരം ഞാൻ വെറുതെ ഇരുന്നു. ഒരു തവണ മാത്രം ഞാൻ നിന്നെ വിശ്വസിക്കാം, ഒരേ ഒരു വ്യവസ്ഥയിൽ. ഒടുവിൽ ഞാൻ പറഞ്ഞു, "ഈ രഹസ്യം സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരുന്നു. പക്ഷേ ഈ ഏർപ്പാട് നീ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഈ രാത്രി സഞ്ചാരം ഇനി ആവർത്തിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. എൻ്റെ അറിവിൽപ്പെടാത്ത കാര്യങ്ങൾ ഇനി ചെയ്യില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം." എനിക്കുറപ്പുണ്ടായിരുന്നു താങ്കൾക്കെന്നെ അവിശ്വസിക്കാനാവില്ല എന്ന് അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. "അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കാം. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം." എന്നെ പിടിവിടാതെ ചേർന്ന് നിന്നുകൊണ്ട് വീട്ടിലേക്ക് നടക്കാൻ അവൾ ധൃതി കൂട്ടി. തിരികെ പോകുമ്പോൾ വെറുതെ ഞാൻ ആ ജനാലയിലേക്ക് തിരിഞ്ഞു നോക്കി. അന്നു കണ്ട നിർവികാരമായ മഞ്ഞമുഖം ഞങ്ങളെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും ഈ വൃത്തികെട്ട ജന്തുവും എഫിയുമായുള്ള ബന്ധം? തലേന്ന് വാതിൽ തുറന്നു വന്ന ആ പരുക്കൻ സ്ത്രീയും ഇവളും തമ്മിൽ എന്താണ്? ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അഴിക്കാനാവാത്ത കുരുക്കുകളാണെന്നും ഇതുകൊണ്ട് തന്നെ എൻ്റെ സ്വസ്ഥത കുറയുകയേ ഉള്ളൂ എന്നും എനിക്ക് തോന്നി. അടുത്ത 2 ദിവസങ്ങളിലും ഞാൻ വീട്ടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. എനിക്ക് തന്ന വാക്ക് പാലിക്കുന്നതിൽ ഭാര്യ ശ്രദ്ധാലുവായിരുന്നു. അവളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. എന്നാൽ 3-ാം ദിവസം വാഗ്ദാനമെല്ലാം ലംഘിച്ച് അവളുടേതായ ലോകത്തിലേക്ക് അവൾ നടന്നു തുടങ്ങി. അവൾ അവളുടെ കടമകൾ മറക്കുകയായിരുന്നു, എന്നിൽ നിന്നും അകലുകയായിരുന്നു. അന്ന് ഞാൻ രാവിലെ തന്നെ ടൗണിലേക്ക് പോയി. തിരിച്ചു സാധാരണ മടങ്ങാറുള്ള 3:30 ട്രെയിന് പകരം 2:40 ട്രെയിനിൽ വീട്ടിലെത്തി. വീട്ടിലേക്ക് കടന്ന ഉടനെ ഞാൻ കണ്ടത് വേലക്കാരിയുടെ പരിഭ്രമിച്ച മുഖമാണ്. "നിന്റെ യജമാനത്തി എവിടെ?" എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, "പുറത്ത് നടക്കാൻ പോയി എന്ന് തോന്നുന്നു." ഞാൻ വീണ്ടും അസ്വസ്ഥനായി മുകളിൽ പോയി. എഫി വീട്ടിലില്ലെന്ന് ഉറപ്പിക്കാനായി മുറിയിലാകെ നോക്കി. ജനാലയിലൂടെ വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് വേലക്കാരി വയൽവരമ്പിലൂടെ കോട്ടേജിനെ ലക്ഷ്യമാക്കി ഓടുന്നതാണ്. എനിക്കെല്ലാം മനസ്സിലായി. എഫി ആ വീട്ടിലേക്ക് പോയ ശേഷം ഞാൻ തിരിച്ചെത്തുകയാണെങ്കിൽ വിവരമറിയിക്കാൻ വേലക്കാരിയെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. കോപം കൊണ്ട് വിറച്ച് ഞാൻ താഴേക്ക് പെട്ടെന്ന് ചാടിയിറങ്ങി.
രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് തീരുമാനിച്ച് ഞാൻ ആ കോട്ടേജിനെ ലക്ഷ്യമാക്കി ഓടി. ഇടവഴിയിലെത്തിയപ്പോഴേക്കും ഭാര്യയും വേലക്കാരിയും എതിരെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിന്നില്ല. എൻ്റെ ജീവിതത്തിൽ കരിനിഴൽ പരത്തിയ ആ രഹസ്യം ഇന്നെനിക്ക് അറിയണം. ഞാൻ വാതിലിൽ മുട്ടിയത് പോലുമില്ല. വാതിൽ തള്ളി തുറന്ന് ഞാൻ അകത്ത് കയറി.